Ishani baby going for her girls only trip. Yep. Come, let's go. Bye. Bye, Hansu. Bye. Hi, welcome back to my YouTube channel. So, ഞാനിപ്പോൾ എയർപോർട്ടിൽ പോവുകയാണ്. എനിക്കൊന്ന് ഞാൻ ട്രിവാൻഡ്രത്തിനെക്കാട്ടിലും പോയിട്ടുള്ള സ്ഥലമാണ് ബാംഗ്ലൂർ. പക്ഷെ ഞാൻ പിന്നെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ബിക്കോസ് നമ്മൾ ഗേൾസൊക്കെ ആയിട്ട് ആദ്യമായിട്ട് ട്രിവാൻഡ്രത്തിന് പുറത്ത് പോകുന്ന ട്രിപ്പാണ്. അപ്പോൾ ആദ്യമേ നോർത്തൊക്കെ പിടിച്ചാൽ വിടത്തില്ല എല്ലാവരെയും. അതുകൊണ്ടാണ് എല്ലാവർക്കും പോയി പരിചയമുള്ള ബാംഗ്ലൂർ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ദേവനിധി അവിടെയാണ്, അപ്പോൾ ആൾക്ക് നല്ല സ്ഥലം പരിചയമുണ്ട്. അപ്പോൾ ആരുടെയും വീട്ടിൽ വിടുന്നത് സീനല്ല. സോയാ എല്ലാവരും അവരവരുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കുറച്ച് ലേറ്റാണ്, നല്ല കുഴപ്പമില്ല. ഫ്ലൈറ്റ് ഡിലേഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു സുഖത്തിലൊക്കെ ഇറങ്ങിയതാണ്. കുറച്ച് ലേറ്റായി, നല്ല ട്രാഫിക്കും ഉണ്ട്. ഓക്കെ, ശരി. എൻ്റെ പെട്ടി സൂക്ഷിച്ച് തിരിച്ചുകൊണ്ട് വേണം. Bye, Shani. Bye. Enjoy. Bye, Veena. Bye. ഹായ്. ഒരു സെക്കൻഡ്, ആ ഡാഡി ഞാൻ ഒന്ന് വീണ കാറിൽ പേയ്മെന്റ് നീ അയച്ച 1 ടൈം ഫോട്ടോ ഞാൻ ഒരു റോള് കണ്ടു. ഞാൻ പറഞ്ഞു നമ്മളെ വെൽക്കം ചെയ്യാനുള്ള എന്തോ. എന്നെ വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇനി ഇതാണോ ബിൽഡിംഗ് എന്ന് അറിയില്ല. അല്ലല്ല, എനിക്ക് ഞാൻ അവിടെ ഒളിച്ചു നിൽക്കായിരുന്നു. ഞാൻ അവിടെ എന്തോ അനങ്ങുന്ന പോലെ കണ്ടു. പിന്നെന്തിനാ ഇത്രയും ഒരുമിച്ച് കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. നല്ല മണം. സോ ഇത് നമ്മൾ പണ്ട് നിന്ന Airbnb ആണ്. നമ്മൾ ദേവനോട് ഫുഡ് ഓർഡർ ചെയ്യാൻ പറഞ്ഞു. അയാൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഷീ സീക്രറ്റ്ലി കുക്ക്ഡ് ഫോർ അസ്. ദാറ്റ് ടു വാവ്, ചിക്കൻ ലെഗ്സ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ബട്ട് വാട്ട് എവർ. ദേവൻ ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ, ചിക്കൻ കീമ. ചിക്കൻ കീമ ഇങ്ങനെ ചിക്കൻ അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ്. ചപ്പാത്തി. ഞാൻ ദേവൻ തന്നെ പണ്ട് എന്നെ കഴിപ്പിച്ചൊരു സ്ഥലം ഓർമ്മയില്ലേ? ഹായ്, ഗുഡ് മോർണിംഗ്. സോ ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു. പക്ഷേ രാവിലെ എണീറ്റു, അവിടെ നിന്ന് സംസാരിച്ച് നല്ല ലേറ്റായി. ഓൾമോസ്റ്റ് ഉച്ചയാവാറായി. എന്നാലും നമ്മളിപ്പോൾ ഇവിടുത്തെ രാമേശ്വരം കഫേയിൽ ബ്രേക്ക്ഫാസ്റ്റിന് പോവുകയാണ്. സേ ഹായ് ഗേൾസ്. നമ്മളിപ്പോൾ രാമേശ്വരം കഫേയിൽ ഇറങ്ങി നമ്മൾ ഊബർ എടുത്ത് പോവാണ്. നമ്മൾ നേരത്തെ വന്ന അതേ വണ്ടിയാണ് പിന്നെയും വന്നത്. അത് എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് ഇറ്റ്സ് ഫണ്ണി. സോ രാമേശ്വരം കഫേ പൊതുവെ കുറച്ച് ഫേമസ് ആണല്ലോ. ഞാൻ ആൾക്കാരത് ഓവർ ഹൈപ്ഡ് ആണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡായിരുന്നു.
കാരണം എനിക്കത് അതിന്റെ ഉള്ള സാധനത്തിന്റെ തന്നെ ഹൈപ്പായിട്ടാണ് തോന്നിയത് ആക്ച്വലി. സോ നിങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഫീൽ ഫ്രീ ടു റിയലി നൈസ്. നല്ല ദോശ ഒരു രക്ഷയില്ലായിരുന്നു. ഇറ്റ് വാസ് സോഫ്റ്റ് ആൻഡ് ക്രിസ്പി അറ്റ് ദ സെയിം ടൈം. യാ ഇതൊരു എസ്കേപ്പ് റൂമാണ്. ഞാൻ ഇതുവരെ അങ്ങനെ എസ്കേപ്പ് റൂംസിലൊന്നും പോയിട്ടില്ല. ഇത് ഇവിടെ ബാംഗ്ലൂരിലുള്ള ഒരു ഫേമസ് എസ്കേപ്പ് റൂമാണ്. ഒരു ഫണ്ണിന് നമ്മൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഫോൺ അലൗഡ് ആണോ എന്ന് അറിയില്ല. അലൗഡ് ആണെങ്കിൽ ഞാൻ എടുക്കാം, ഇല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഐ വിൽ ടെൽ യു മൈ എക്സ്പീരിയൻസ്. സോ നമ്മൾ ആ എസ്കേപ്പ് റൂമിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ഓണസ്റ്റ് റിവ്യൂ പറയാം, വി ലവ്ഡ് ഇറ്റ്. അവിടെ മൂന്നല്ല ആക്ച്വലി 4-5 ഉണ്ട്. പക്ഷേ ഇന്ന് അവൈലബിൾ 3 റൂംസ് ആയിരുന്നു വിച്ച് വി ക്യാൻ സെലക്ട്. നമ്മളൊരു മേർഡർ മിസ്റ്ററിയാണ് സെലക്ട് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മിസ്റ്ററി ഫുൾ സോൾവ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഒത്തിരി സോൾവ് ചെയ്തു, നമ്മൾ കുറേ സാധനം ക്രാക്ക് ചെയ്ത് സൂപ്പറായിട്ടൊക്കെ കണ്ടുപിടിച്ചു. പക്ഷേ ഫൈനലി ഒരു സ്ഥലത്ത് നമ്മൾ ഭയങ്കര ലാഗായിപ്പോയി. ആൻഡ് നമ്മൾ പിന്നെയാണ് അറിഞ്ഞത് ദാറ്റ് വി ഹാഡ് 2 ഫ്രീ ക്ലൂസ്. അത് ലാസ്റ്റ് മിനിറ്റ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ ഒരു ക്ലൂ എടുത്ത് അതിൻ്റെ സംഭവങ്ങളൊക്കെ സോൾവ് ചെയ്തപ്പോഴത്തേക്കും ടൈമായി ആയിപ്പോയി. സോ നമുക്കിപ്പോൾ നമ്മളത് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനില്ല. ബിക്കോസ് അവർ പറഞ്ഞു നമ്മൾ ക്രാക്ക് ചെയ്യാതെ സ്ഥിതിക്ക് അവർക്ക് ഫുൾ കഥ പറഞ്ഞാൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇറ്റ് വാസ് വെരി ഫൺ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എസ്കേപ്പ് റൂമിൽ പോകുന്നത് നല്ല ഇഷ്ടപ്പെട്ടു. സോ ബാംഗ്ലൂർ വരുന്ന ആൾക്കാർ ഇവിടെ വരുന്നെങ്കിൽ ഡൂ കം. ബ്രേക്ക് ഔട്ട് നമ്മൾ മേർഡർ മിസ്റ്ററി. ഇറ്റ് വാസ് വെരി നൈസ്. ഇച്ചിരി 4-5 പേര് വേണം, എന്നാലേ നമുക്ക് കുറച്ച് പെട്ടെന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റൂ. നമ്മൾ കൊള്ളാം, അത്യാവശ്യം ബുദ്ധിയുള്ള കുട്ടികളാണെന്നാണ് എൻ്റെ ഒരു ഇത്. യാ അടുത്ത് നമ്മളൊരു ലേസർ ടാഗ് വീന അവിടെ പോവുക. വെയിറ്റിംഗ് ഫോർ ഊബർ. 3 പേര് ഓട്ടോയിൽ പോയി കഴിഞ്ഞു. അപ്പം ഞാനും വീണയും വി ആർ വെയിറ്റിംഗ് ഫോർ ഓട്ടോ. ദ ഗ്രിഡാണ് ലേസർ ടാഗ്. നമ്മളിപ്പോൾ ലേസർ ടാഗ് അറീനയിൽ വന്നു. ടീമായിട്ടില്ല, ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കാൻ പോകുന്നത്. കളി കഴിഞ്ഞിട്ട് അറിയില്ല ആരും ജയിച്ചു. വീട്ടിൽ താളിച്ച എണ്ണയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബ്രഷ് തരാൻ കൈയിരിക്കുന്നു. ഇതുപോലെ ഇത് ഇത്രയും. നമ്മൾ പണ്ട് ബാംഗ്ലൂർ വന്നപ്പോൾ പോയിട്ടുള്ള സ്ഥലമാണ് കെബാബ്സി. ഇറ്റ്സ് എ ടർക്കിഷ് റെസ്റ്റോറൻറ്റ്. അവിടെ വീണ്ടും വന്നു. നല്ല ഫുഡായിരുന്നു. സോ ഇന്ന് ഞാൻ മന്തി കഴിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീണയുടെ ഡിഷ്. ദാറ്റ് ഈസ് മൈ മന്തി. So the mandi was okay. It was nice. പക്ഷെ I've had better mandi. It was okay. അതല്ലാതെ ഇവർ ഓർഡർ ചെയ്ത കുറച്ച് ഡിഷൊക്കെ നല്ലായിരുന്നു. യെല്ലോ റൈസ് ഉള്ളൊരു സം ഡിഷ്. യെല്ലോ റൈസ് ഇസ് വെരി ഗുഡ്. പിന്നെ ദേവൻ വേറെ എന്തൊന്നും ഓർഡർ ചെയ്തു, അതൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ ഞാൻ കഴിച്ചില്ല. മൈൻ വാസ് മന്തി. ഇറ്റ് വാസ് ഗുഡ് ബട്ട് I've had better. യാ പിന്നെ നമ്മൾ ദേവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പോകും. അയാളുടെ സ്കൂട്ടർ അവിടെ നിന്ന് എടുക്കാൻ. എന്നിട്ട് നമ്മൾ നൈറ്റിൽ മെയ്സ് ആൻഡ് മോൾട്ട് എന്ന് പറഞ്ഞ് ഒരു കാഫേയിൽ പോവാം. യാ സോ എൻ്റെ നെറ്റിയിൽ കുറച്ച് കുരു കണ്ടോ. അത് ഐബ്രോ ത്രെഡ് ചെയ്തിട്ട് വന്നേ. എനിക്ക് പണ്ട് കുഞ്ഞിലെ ഐബ്രോ ത്രെഡ് ചെയ്യാനേ പറ്റില്ലായിരുന്നു. 16, 17, 18 ഇയേഴ്സ്. ബിക്കോസ് എനിക്ക് എപ്പോഴും കുരു വരും. പക്ഷെ പിന്നെ അത് ഓക്കെ ആയി. ഇന്നലെ ഞാൻ ത്രെഡ് ചെയ്തിട്ട് എനിക്ക് ഫുൾ കുരു വന്നു. എന്ത് കഷ്ടമെന്ന് പറയാം. ദേവന്റെ അപ്പാർട്ട്മെന്റിൽ പോവാണ്. നമ്മുടെ ബാക്കി ഗ്യാങ് ഫ്രണ്ട്സ് ആണ് വീഡിയോ എടുക്കുന്നത്. ഇത് ദേവന്റെ കൂടെ ചെറിയൊരു സ്കൂട്ടി റൈഡ്.
എക്സൈറ്റഡ് ആണോ? കാരണം ഞാൻ ജീവിതത്തില് സ്കൂട്ടർ 2 വീലറിൽ കേറാറില്ല. ആകെ ഒരു 500 മീറ്റർ പോലും ഇല്ല. എന്നാലും ചുമ്മാ ഒരു ഫൺ. ഓക്കെ. യെസ്. സോ നമ്മളിന്ന് കബൺ പാർക്കിൽ വന്നു. ഞാനും ദേവിനും കഴിഞ്ഞ പ്രാവശ്യം കബൺ പാർക്കിൽ വെറുതെയാണ് വന്നത്, പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അല്ല. ബട്ട് വി ലവ് ദി പ്ലേസ്. അപ്പോൾ ഇത്തവണ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് നമ്മൾ വിചാരിച്ച് കുറച്ച് പൂക്കൾ വാങ്ങിച്ചു. അത് ചുമ്മാ ഫോട്ടോസൊക്കെ എടുക്കാൻ. അതല്ലാതെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. നമ്മളൊരു കുഞ്ഞ് 5 കുഞ്ഞ് ക്യാൻവസും കുറച്ച് പെയിൻറ്റ് ബ്രഷസും പെയിൻറ്റും ഒരു ഷീറ്റും ഒക്കെ ആയിട്ടാണ് വന്നത്. ഇവിടെ എവിടെയെങ്കിലും നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ച് ഇവിടെ ഇരുന്ന് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാൻ. ഹായ് ഗേൾസ്. സോ ഞാൻ ഐശ്വര്യമായിട്ട് തുടങ്ങാൻ പോവാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ എൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞു. ഐ ആം ഹാപ്പി വിത്ത് ദ ഫൈനൽ റിസൾട്ട്. ഞാൻ കാണിക്കാം. പക്ഷേ പെയിൻറ്റ് ചെയ്ത് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് ആദ്യം ഒരു കളർ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തു ഞാൻ. ഓക്കെ, സൺസെറ്റ് ടൈം പോലെ സൂപ്പറായിട്ടാണ് വന്നത്. ഞാൻ അത് കാണിച്ചു വീഡിയോയിൽ. പക്ഷേ പിന്നെ ഇങ്ങനെ മരവും ചെടിയൊക്കെ വരച്ചപ്പോൾ ലൈക്ക് ഇത് ഉണങ്ങുന്നതിന് മുന്നേ ആയിപ്പോൾ അതിൻ്റെ മേളിൽ കൂടെ ഞാൻ വരച്ചത്. അപ്പോൾ കളേഴ്സ് തമ്മിലൊന്ന് സ്പ്രെഡായി. അപ്പോൾ അതിനൊന്ന് ഈവൻ ഔട്ട് ചെയ്യാൻ ഞാൻ പിന്നെയും ഓറഞ്ചൊക്കെ എടുത്ത് അടിച്ചപ്പോൾ അത് കുറച്ച് ഡാർക്കായി. എന്തൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അവസാനം അതൊരു കുറച്ച് വോൾക്കാനിക് ഇറപ്ഷൻ്റെ കളറിലേക്ക് പോയി. ബട്ട് ലൈക്ക് ഐ മാനേജ്ഡ്. ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കാണിക്കാം ഒരു സെക്കൻഡ്. ദാറ്റ്സ് മൈ പെയിൻറ്റിങ്. These are all the 5 paintings. ഇത് കാർത്തിക, ദേവനിധി, ദേവു, വീണ ആൻഡ് മൈൻ. ഇത് നമ്മുടെ എല്ലാവരുടെയും തം ഇംപ്രഷൻ. ഗ്രീൻ ഇസ് മീ, ബ്ലൂ ഇസ് ദേവൻ, പിങ്ക് കാർത്തിക, യെല്ലോ വീണ, റെഡ് ദേവു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് അപ്പാർട്ട്മെൻറ്റ് എത്തി. എൻ്റെ ഫോൺ ഓഫായിപ്പോയി. അതാണ് ഞാൻ പിന്നെ കൂടുതലൊന്നും എടുക്കാത്തത്. ഇനി നമ്മളിവിടെ ഒരു ഫേമസ് പിസ്സ ഷോപ്പുണ്ട്, അവിടെ ദേവൻ പോകാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ചുമ്മാ ആൾക്കാർ എടുത്ത് ഓട്ടിക്കുന്നൊരു യൂളു റൈഡ് എന്ന് പറഞ്ഞൊരു സ്കൂട്ടർ പോലത്തെ സാധനമുണ്ട്, ഇലക്ട്രിക് സ്കൂട്ടർ. അപ്പോൾ അത് ഓട്ടിക്കാൻ സൈക്കിൾ ബാലൻസ് മതി എന്ന് ദേവൻ പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. സൈക്കിൾ ബാലൻസ് മതി എന്ന് പറഞ്ഞു. പക്ഷെ ഐ ഡോണ്ട് നോ, അത് കണ്ടിട്ടൊരു സ്കൂട്ടർ പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ അതെല്ലാവർക്കും ഓട്ടിക്കാമെന്ന് പറയുന്നു. ദാറ്റ്സ് ദ പ്ലാൻ ഫോർ ടു നൈറ്റ്. ഇപ്പം നല്ല ചൂടാണ് ബാംഗ്ലൂരിൽ. ഞാൻ എപ്പോഴും ഒന്ന് പോയി ബോഡി വാഷ് ചെയ്തിട്ട് വരാം. ഈ മേക്കപ്പൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ട് റീഡൂ ചെയ്യും, കാരണം ഭയങ്കര ഓയിലി ആയിപ്പോയി. ഓക്കെ ഗൈസ്, സീ യു, ബൈ. ഈ ഡിസേർട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഈ ഒരു സ്ട്രോബെറി പുഡിങ് നമ്മളിപ്പോൾ കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഐ എം നോട്ട് എ പുഡിങ് ഫാൻ, ബട്ട് എനിത്തിങ് വിത്ത് സ്ട്രോബെറി ഐ ജസ്റ്റ് കാൻറ്റ് സേ നോ ടു. ട്രൈ ചെയ്ത് നോക്കട്ടെ. സോ നമ്മൾ പിന്നെയും ദേവൻ്റെ അപ്പാർട്ട്മെന്റിൽ വന്നു കുറച്ച് ഗെയിംസ് എടുക്കാൻ. ഏതൊക്കെ ഗെയിംസ് ആണ് എടുത്ത്?
എക്സ്പ്ലോറിംഗ് കിറ്റൻസും പിന്നെ ഒരു കാർഡ് ഗെയിം. സോ നമ്മൾ കുറച്ച് സാഹസികത്തിലെ യൂളു റൈഡ് എടുത്തു. ഇവിടെ ഒരു കുഞ്ഞു സ്കൂട്ടർ പോലത്തെ ഒരു സാധനമുണ്ട്. സൈക്കിൾ, ഇലക്ട്രിക് സൈക്കിൾ. ഇറ്റ്സ് എൻ ഇലക്ട്രിക് സൈക്കിൾ. ഓടിക്കാറിയില്ല, പക്ഷെ ഇന്നെടുത്തു. ബൈറോഡിൽ കൂടെ വന്നത്, അതുകൊണ്ട് അത്ര ട്രാഫിക് ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ വന്നത്. അപ്പൊ തിരിച്ചു പോവാം നമുക്ക്. പിന്നെ വൈദവി ഇന്ന് പിസ്സ ഷോപ്പിൽ പോയില്ല, കാരണം നമ്മൾ വീട്ടിലിരുന്ന് സംസാരിച്ചിരുന്നപ്പോൾ അത് മൂഡ് പിടിച്ചു പോയി. അതുകൊണ്ട് നമ്മൾ പിസ്സ ഷോപ്പിൽ പോയില്ല. ഇതായിരുന്നു ഇന്നത്തെ പ്ലാൻ ആഫ്റ്റർ കബൺ ബേസിക്കലി ആൻഡ് ലഞ്ച്. ഇനി പിന്നെ നമ്മൾ റൂമിൽ പോയിട്ട് കാർഡ് ഗെയിംസ് കളിക്കും. ഇത് ഇവിടുത്തെ ഒരു സയൻസ് മ്യൂസിയം ആണ്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ 11th സ്റ്റാൻഡേർഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ നമ്മൾ ഒന്നുകൂടെ വന്നതാണ്. ഇറ്റ്സ് എ ഫൺ മ്യൂസിയം. സോ നമ്മൾ ആ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് റീലിവ് ചെയ്യാനായിട്ടാണ് വന്നത്. എനിക്കറിയില്ല ഇവിടെ നോക്ക്. സോ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന സംഭവം, ലൈക്ക് നമ്മൾ ഭയങ്കര മൂവ്മെന്റ് കൊടുക്കുമ്പോൾ ആ എയർ, അതിന്റെ അകത്തുള്ള എയർ കാരണം ഇതൊരു ഷേപ്പ് ഉണ്ടാക്കും. പാരബോള. അപ്പൊ ഒന്ന് കറക്കിയേ. നല്ല ലെൻസ് തുടച്ചിട്ടുണ്ട്. ഇച്ചിരി ക്രിമിനലിനെയൊക്കെ പോലെ. ഇതിന്റെ CCTV ക്യാമറ എന്ത് കള്ളത്തരം തൂക്കിയപ്പോ ഉള്ളൊരു ഷോട്ടൊക്കെ പോലെ. ജസ്റ്റ് തൊട്ടാൽ ഇന്ന് നമ്മുടെ ബാംഗ്ലൂരിലെ ഫൈനൽ ഡേ ആണ്. പക്ഷെ ഞാൻ പതുക്കെ പറയാൻ കാരണം ഞാൻ സീക്രറ്റ് പറയാൻ പോവാം. നമ്മൾ തിരിച്ചു പോവുക. അപ്പോൾ എല്ലാവരോടും ദേവൻ പറയുന്നത് അയാൾ തിരിച്ച് ബസ്സിൽ പോകും, പക്ഷെ എയർപോർട്ട് വരെ നമുക്ക് വിട പറയാൻ വന്നിട്ട് പോകും എന്നാണ്. പക്ഷേ ഞാനാണ് എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തതൊക്കെ ചെയ്തത് ഓൺലൈൻ. അപ്പോൾ ഞാൻ ദേവന് സീക്രട്ടായിട്ട് ചെയ്ത് കഴിഞ്ഞു. അതെനിക്ക് മാത്രമേ അറിയൂ. അപ്പോൾ പ്ലീസ് കമൻറ്റ് മാത്രമല്ലേ പ്ലീസ്. അപ്പോൾ എങ്ങനെയാണ് സർപ്രൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എനിക്കറിയത്തില്ല. ഇപ്പം നമ്മൾ നമ്മുടെ പെറ്റ് ചെക്കൗട്ട് ചെയ്യണം. പെട്ടിയൊക്കെ എടുത്ത് ദേവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പോയി പെട്ടി വെച്ചിട്ട് വിൽ ഗോ ഫോർ ലഞ്ച്. ദെൻ അഗൈൻ തിരിച്ച് ദേവൻ്റെ അപ്പാർട്ട്മെൻറ്റ് വഴി പെട്ടിയെടുത്ത് എയർപോർട്ടിൽ പോകും. ഇയാൾ നമ്മൾ വിട പറയാൻ എയർപോർട്ടിൽ വരും. ദാറ്റ്സ് ദ പ്ലാൻ. അല്ല, വിട പറയാൻ എയർപോർട്ടിൽ വരുന്നതാണ് നമ്മൾ പെട്ടിയെടുത്ത് പ്ലെയിനിൽ നിങ്ങളുടെ കൂടെ ലൈക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നിങ്ങൾ ഞാൻ പെട്ടിയെടുത്ത് വന്നിട്ട് അതിലേക്ക് എന്നാൽ പോവാം. അങ്ങനെ മനസ്സിലായി. അപ്പോൾ അവർ വിചാരിച്ചാൽ താൻ ആ വഴി ഓക്കെ ആസ് ഓഫ് നോ പറഞ്ഞേക്കുന്നത് എയർപോർട്ടിൽ നിങ്ങൾ തിരിച്ച് ഇയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ വന്ന് ഇയാളുടെ പെട്ടിയെടുത്ത് ഇയാൾ ബസ്സിൽ വരുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, പുറത്തുണ്ട്. അപ്പോൾ സർപ്രൈസ് വർക്കൗട്ട് ആയാൽ ഈ ഒരു ഐഡിയ ഉണ്ട്, നീ വ്ളോഗ് എടുക്കുന്ന പോലത്തെ. അപ്പോൾ അതിലേക്ക് ഓക്കെ, ഞാൻ വ്ളോഗ് എടുക്കുന്നതിലേക്ക് അഭിനയിക്കാം. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാം. ദേവൻ്റെ അപ്പാർട്ട്മെന്റ് എത്തി. സോ എനിക്ക് കരിക്ക് കുടിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയുകൊണ്ട് നമ്മൾ ഇറങ്ങി കരിക്ക് കുടിക്കാൻ. ദേവൻ്റെ വീടിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നല്ല കരിക്കായിരുന്നു. കാണാൻ വലിയൊരു ലുക്കില്ല, കുറച്ച് കുഞ്ഞായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റും അകത്ത് ആ വെള്ള സാധനം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ ഒരു ബോട്ടിൽ തന്നു വിട്ടു വീണയ്ക്ക് കളക്ട് ചെയ്തുകൊണ്ട് വരാൻ മടിയായതുകൊണ്ട്. ഇത്
2 കരിക്കിൻ്റെ വെള്ളമാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സ്ട്രോബെറീസ് വാങ്ങിച്ചു. ഇവിടെ ഒരു കുഞ്ഞ് പാക്കറ്റ് സ്ട്രോബെറീസ് കൂടി 60 rupees. നല്ല മധുരമുള്ള സ്ട്രോബെറീസ്. നമ്മുടെ സർപ്രൈസ് ഇപ്പോഴും ഓൺ ആണ്. നമ്മുടെ സർപ്രൈസ് ഇപ്പൊ ഫ്രീ ആയിട്ട് സംസാരിക്കാം. ദേവൻ ആക്ച്വലി നല്ലൊരു ഐഡിയ പറഞ്ഞു. ഞാൻ പോകുന്ന സമയത്ത് ഞാൻ വ്ളോഗ് എടുക്കുന്ന രീതിയിൽ തന്നെ ഞാനിങ്ങനെ സംസാരിക്കും. അതായത് അപ്പോൾ ശരി ദേവൻ ഈ വഴി അങ്ങ് പോവാൻ നമ്മൾ പിരിയാണ് ഫൈനലി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇമോഷണൽ ആകുമ്പോൾ അപ്പോൾ എല്ലാവരും കാണും ക്യാമറയില്ല. അപ്പോൾ ദേവനൊരു എൻട്രി നടത്താമെന്ന് പറഞ്ഞു പെട്ടിയും കൊണ്ട്. അപ്പോൾ പോയാലോ, അപ്പോൾ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ വീഡിയോയിലും കിട്ടും, നാച്ചുറലും ആയിരിക്കും ഞാൻ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട്. അങ്ങനെ സർപ്രൈസ് ചെയ്ത് എനിക്ക് ഭയങ്കര ബുദ്ധിയാണ് സർപ്രൈസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എക്സൈറ്റഡ്. മീ ടു. ശരി എന്നാ നമ്മളെത്തി. സോ ടോയ്ലറ്റിന്റെ തൊട്ടടുത്ത് തന്നെ ഗ്ലെൻസ് എന്ന് പറഞ്ഞിട്ടൊരു എന്താ ബേക്കറി, ഗ്ലെൻസ് ബേക്ക് ഹൗസ്. എല്ലാവർക്കും ബാംഗ്ലൂരുള്ള എല്ലാവർക്കും അറിയായിരിക്കും. അവിടെ ഒരു ലിറ്ററലി അടുത്ത ബിൽഡിംഗ് അല്ലേ. റെഡ് വെൽവെറ്റ് മിനി കപ്പ് കേക്ക് കിട്ടും. അത് എല്ലാവർക്കും അറിയായിരിക്കും. സോ ഐ ടോൾഡ് ദം ടു ട്രൈ ദാറ്റ്സ് ഇറ്റ്. ഇതെന്താ കുഞ്ഞ് ബൗളിനകത്ത് ചോക്ലേറ്റ് പോലെ? ഇതിങ്ങനെ എന്താ അതിന് പറയുന്ന പൈ എന്ന് പറയാൻ പറ്റില്ല. ടാർട്ട്. Yeah, that's the correct word. എല്ലാം ടാർട്ടാണ്. സോ ഇതാണ് ഇവിടുത്തെ ഒരു ഫേമസ് മിനി കപ്പ് കേക്ക്സ്. ഞാൻ പറഞ്ഞ റെഡ് വെൽവെറ്റും ചോക്ലേറ്റും ആണ്. ട്രൈ. കൊള്ളാം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് തീരാറായി. എങ്ങനെ ഉണ്ടായിരുന്നു ഗേൾസ് ട്രിപ്പ്? വൈബായിരുന്നു അല്ലേ? ദേവൻ കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും, കാരണം നമ്മളെല്ലാവരും പോകുന്നുണ്ട്. പക്ഷെ അയാൾ നാളെ ബസ്സിൽ വരും. ദേവൻ നമ്മുടെ ഫ്ലൈറ്റ് വരുവാ. ആ ഞാന് ടിക്കറ്റ് ബുക്ക് ചെയ്ത്. ഞെട്ടി. ആരാ കരഞ്ഞത്? നീ കരഞ്ഞിട്ടാണ് ഞാൻ കരഞ്ഞ. കുഴപ്പമില്ല, ഞാൻ എന്നും കൂടെയില്ലേ കരയാണ്. നമ്മൾ ഡിജി യാത്രയൊക്കെ എടുത്ത് സ്പീഡ് കയറാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ വീണയുടെ ഡിജി യാത്രയ്ക്ക് എന്തോ പറ്റി, ഫോട്ടോ ശരിയായില്ല. അതുകൊണ്ട് നോർമലിനുള്ളിൽ കയറുന്നതിനെക്കാട്ടിലും സമയം എടുത്തത് തെറ്റല്ല. വീഴാൻ പോയ പിന്നെ സർപ്രൈസ് നമ്മൾ വിചാരിച്ച അത്ര ഏറ്റില്ലല്ലേ. പൊതുവെ എക്സ്പ്രഷൻസ് കുറച്ച് കുറവുള്ള ആൾക്കാരാണ്, അതുകൊണ്ടും കൂടെ ആയിരിക്കും. അല്ല കാർത്തിക് ഉള്ളത്
അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. സോ ഗോയിങ് ബാക്ക്. അങ്ങനെ പറയുമ്പോ പെട്ടെന്ന് നമ്മൾ അടുത്തൊരു എനിക്ക് അത്ര സാഡല്ല, കാരണം നമ്മൾ ഗ്യാങ് ആയിട്ടല്ലേ പോകുന്നത്. അവിടെ നമുക്ക് എൻജോയ് ചെയ്യാം. ഓക്കെ, കുറച്ച് വിജൃംഭിച്ചിരിക്കുന്നില്ല. വിജൃംഭിച്ചിരിക്കും ആയതുകൊണ്ട്. എന്നെ നോക്കി സ്ക്രീനില്. എന്റെ പെട്ടി മാത്രം ആദ്യമേ വന്നു, ബാക്കി ആരുടെയും ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് ആദ്യം വന്ന പെട്ടി എൻ്റെ അത്. അപ്പൊ എന്റേത് മാത്രമാണ് ഇപ്പൊ വരാത്ത. ഓക്കെ ഗേൾസ്, ബൈ. പണി പറഞ്ഞിട്ട് എങ്ങോട്ടാ? വെറുതെ ആരത്തി. ഹായ്. എന്നാലും ബൈ.